Good morning, dears. Today we discuss the topic the foreign trade promotion measures and scheme. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോറിൻ ട്രേഡ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്കീമുകൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ഏതെല്ലാമാണെന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫോറിൻ ട്രേഡ് പ്രൊമോഷൻ മെഷർ എന്ന് പറഞ്ഞാൽ, ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പോർട്ടും ഉൾക്കൊള്ളുന്നുണ്ട്, ഇമ്പോർട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവും ആയിട്ടുള്ള ഫോറിൻ ട്രേഡാണ് ഒരു രാജ്യത്തിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവും ആയെങ്കിൽ മാത്രമാണ് ആ രാജ്യം നല്ല രീതിയിലുള്ള ഫോറിൻ ട്രേഡാണ് നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഫോറിൻ ട്രേഡ് എക്സ്പോർട്ട് കൂടുതലായിട്ട് ചെയ്യുന്നതിലൂടെ ആ രാജ്യത്തിന് കൂടുതൽ ഫോറിൻ കറൻസി ഏൺ ചെയ്യാൻ പറ്റും, ഒരുപാട് വിദേശ നാണയങ്ങൾ നേടാൻ കഴിയും. പക്ഷേ നമ്മൾ കൂടുതൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് ട്രേഡ് അഥവാ കയറ്റുമതി വ്യാപാരത്തെ പിന്തുണക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകളും അതിൻ്റെ സ്കീമുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഒരുപാട് തരത്തിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് ഉണ്ട്. നമുക്കതിൽ പ്രധാനമായിട്ടും 7 തരത്തിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സും അതുപോലെ തന്നെ ഈ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടി പിന്തുണച്ച് പ്രവർത്തിക്കുന്ന ഒരു 4 ഏജൻസീസിനെ കുറിച്ചുമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് വൺ, എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഓരോ രാജ്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഇന്ത്യയിലെ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീം, ഒരു പദ്ധതിയാണ് ഇത് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം എന്ന് പറഞ്ഞാൽ. ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും നമ്മൾ പേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അടച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ നികുതികളൊക്കെ നമ്മൾ അടച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇൻ ദ ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം റെഫേഴ്സ് ടു റീഫണ്ട് ഓഫ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടീസ് paid on imported input used in the manufacture of export goods. ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റുമതിക്കുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ, ആ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും ഒക്കെ തിരിച്ചു നൽകുന്ന പദ്ധതിയാണ് ഇത് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം. ഒന്നുകൂടെ പറയാം, നമ്മൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തും. ആ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ കയറ്റുമതി ചെയ്യാനുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച, അതല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന സ്കീമാണ് ഏത്? ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം. ദ സെക്കൻഡ് സ്കീം ഈസ് എക്സ്പോർട്ട് മാനുഫാക്ചറിങ് അണ്ടർ ബോണ്ട് സ്കീം. എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്കീമാണ് ഏത്? എക്സ്പോർട്ട് മാനുഫാക്ചറിങ് അണ്ടർ ബോണ്ട് സ്കീം. Under this facility, the firms can produce goods without payment of excise and other duty. The firm can avail this facility after giving an undertaking that are manufacturing goods for export purpose. Export manufacturing ബോണ്ട്
പോണ്ടിൻ്റെ കീഴിലുള്ള എക്സ്പോർട്ട് മാനുഫാക്ചറിങ്. ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള മറ്റു ഡ്യൂട്ടികൾ നൽകാതെ തന്നെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് കഴിയും. അതിനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ കയറ്റുമതി ചെയ്യാനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോണ്ട് തയ്യാറാക്കണം. ഈ ബോണ്ട് തയ്യാറാക്കിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും നൽകാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കയറ്റുമതി ചെയ്യാനുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിയും. എക്സ്പോർട്ട് മാനുഫാക്ചറിങ് അണ്ടർ ബോണ്ട് സ്കീം. Under the facility, firm can produce goods without payment of excise and other duty. എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും പേ ചെയ്യാതെ തന്നെ ഇവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണെന്ന് കാണിച്ചിട്ടുള്ള ഒരു ബോണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യേണ്ട കാര്യം. Then the next scheme is exemption from payment of sales taxes. സെയിൽസ് ടാക്സിൽ ഇളവ് നൽകുക എന്നുള്ളതാണ് എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടി അഥവാ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മറ്റൊരു പദ്ധതിയാണ് ഏത്? സെയിൽസ് ടാക്സിൽ ഇളവ് നൽകുക എന്നുള്ളത്. ഗുഡ്സ് മീൻ ഫോർ എക്സ്പോർട്ട് പർപ്പസ് ആർ നോട്ട് സബ്ജക്റ്റ് ടു സെയിൽസ് ടാക്സ്. നമുക്കറിയാം എന്ത് കയറ്റുമതി കച്ചവടം ചെയ്യുന്നതിന് കയറ്റുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? സെയിൽസ് ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്ന ഒരു സ്കീമാണ് എന്ത്? കയറ്റുമതി ചെയ്യുന്ന കച്ചവടത്തിന് അഥവാ എക്സ്പോർട്ട് ട്രേഡിന് സെയിൽസ് ടാക്സ് അവർ നൽകേണ്ടതില്ല. അതുപോലെ കയറ്റുമതി കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവുമല്ലോ, എക്സ്പോർട്ട് ചെയ്യുന്ന അഥവാ എക്സ്പോർട്ട് ട്രേഡിന് അവരെന്ത് നൽകേണ്ടതില്ല? ടാക്സ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ അവർ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പണം എത്തും. ആ പണത്തിനും അവർ എന്ത് ചെയ്യേണ്ടതില്ല? ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഈ ഒരു സ്കീമിലൂടെയും നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. ദെൻ അഡ്വാൻസ് ലൈസൻസ് സ്കീം. നാലാമത്തെ സ്കീമാണ് ഏത്? അതല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ത്യ നടപ്പാക്കിയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഏത്? അഡ്വാൻസ് ലൈസൻസ് സ്കീം. ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് എക്സ്പോർട്ടർ ഈസ് അലൗഡ് ഡ്യൂട്ടി ഫ്രീ സപ്ലൈ ഓഫ് ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇമ്പോർട്ടഡ് ഇൻപുട്ട്. അഡ്വാൻസ് ലൈസൻസ് സ്കീം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് കയറ്റുമതി ലക്ഷ്യം വെക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് ഡ്യൂട്ടി സൗജന്യമായിട്ട് നൽകും. അഥവാ അഡ്വാൻസ് ലൈസൻസ് സ്കീം. അഡ്വാൻസ് ആയിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ ഇതെല്ലാമാണെന്ന് നമ്മൾ മുൻകൂട്ടി നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് എന്താവശ്യമില്ല? ആ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസംസ്കൃത വസ്തുക്കൾ വാങ്ങും. ആ സമയത്ത് അവർക്ക് ഈ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും നമ്മൾ കൊടുക്കേണ്ടതില്ല. അഥവാ ഈ അഡ്വാൻസ് ലൈസൻസ് സ്കീം പ്രകാരം എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും നമ്മൾക്ക് ഒഴിവായി കിട്ടും. ദെൻ ദ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് സ്കീം. അഞ്ചാമത്തെ സ്കീമാണ് ഇത്? എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് സ്കീം. അണ്ടർ ദിസ് സ്കീം അലൗ ദ എക്സ്പോർട്ട് ഫേം ടു ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് അറ്റ് 0 കൺസെഷണൽ റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഈ സ്കീം പ്രകാരം നമ്മൾ കയറ്റുമതി ചെയ്യേണ്ട പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇറക്കുമതി ചുങ്കം അഥവാ ഇമ്പോർട്ട് ഡ്യൂട്ടി സൗജന്യമാക്കുകയോ അതല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന, ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്ന സ്കീമാണിത് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് സ്കീം എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് സ്കീം ഈസ് എക്സ്പോർട്ട് ഓഫ് സർവീസസ്.
In order to boost the export of services, various categories of services houses have been recognized. നമ്മളിപ്പോൾ സാധനങ്ങളുടെ ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ സർവീസസുകളുടെ എക്സ്പോർട്ടിങ്ങും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഥവാ സേവനങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് പലതരത്തിലുള്ള സർവീസ് ഹൗസസുകൾക്ക് രൂപം കൊടുക്കുന്ന ഒരു സ്കീമാണേത് എക്സ്പോർട്ട് ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. അഥവാ ടു ബൂസ്റ്റ് ദ എക്സ്പോർട്ട് ഓഫ് സർവീസസ്, സർവീസസുകളുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള എക്സ്പോർട്ട് സർവീസ് ഹൗസുകൾക്ക് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളാണിത് സർവീസ് എക്സ്പോർട്ട് ഹൗസ്, ഇൻ്റർനാഷണൽ സർവീസ് എക്സ്പോർട്ട് ഹൗസ്, ഇൻ്റർനാഷണൽ സ്റ്റാർ സർവീസ് എക്സ്പോർട്ട് ഹൗസ്. ഇതൊക്കെ സർവീസസുകളുടെ എക്സ്പോർട്ടിങ്ങിനായിട്ട് രൂപം കൊടുത്തിട്ടുള്ള ഏജൻസികളാണ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുള്ള സ്കീമുകൾ. ഫസ്റ്റ് വൺ ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം, സെക്കൻഡ് വൺ എക്സ്പോർട്ട് മാനുഫാക്ചറിങ് അണ്ടർ ബോണ്ട് സ്കീം, തേർഡ് വൺ എക്സ്പോർട്ട് എക്സംഷൻ ഫ്രം പേയ്മെൻറ്റ് ഓഫ് സെയിൽസ് ടാക്സ് അഥവാ സെയിൽസ് ടാക്സിൽ ഇളവ് വരുത്തുക, ദെൻ അഡ്വാൻസ് ലൈസൻസ് സ്കീം, ദെൻ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് സ്കീം. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ. ഇതേപോലെ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ പദ്ധതികൾക്ക് രൂപം കൊടുത്തതുപോലെ ഗവൺമെൻറ് കുറച്ച് ഓർഗനൈസേഷൻസിനും രൂപം കൊടുത്തിട്ടുണ്ട്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് രൂപം കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത് എക്സ്പോർട്ട് ഫിനാൻസ് ഏജൻസീസ്. Two types of export finances are made available to the exporter by authorized bank. നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ ഏതെങ്കിലും ഒരു RBI ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ അയാൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് മസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ബാങ്ക്, ഈ ബാങ്കുകൾ രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് എക്സ്പോർട്ടർക്ക് കൊടുക്കും. അതിലൊന്നെന്താണ്, ഒന്ന് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസും മറ്റൊന്ന് പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസും. അഥവാ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ചില അംഗീകൃത ബാങ്കുകൾ എക്സ്പോർട്ടർക്ക് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസും പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസും നൽകാറുണ്ട്. എന്താണ് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ് ഈസ് പ്രൊവൈഡഡ് ടു ആൻ എക്സ്പോർട്ടർ ഫോർ ഫിനാൻസിങ് ദ പർച്ചേസ് പ്രോസസ്സിങ്. പ്രീ ഷിപ്മെൻറ്റ്, ഷിപ്പിൽ ഈ പ്രോഡക്റ്റുകൾ കയറ്റുന്നതിന് മുമ്പ് എക്സ്പോർട്ടറുടെ കയ്യിൽ കിട്ടുന്ന ക്യാഷാണ് ഏത് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ്. അതുപോലെ തന്നെ ഈ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ്, അതല്ലെങ്കിൽ പണപരമായ സപ്പോർട്ടാണ് ഏത് പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസ്. എന്താണ് പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? Post shipment finance is provided to the exporter from the date of extending the credit after shipment. പോസ്റ്റ് ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഷിപ്പിൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം ബാങ്കുകൾ എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന പണമാണ് ഏത് പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസ്. അഥവാ ബാങ്കുകൾ എക്സ്പോർട്ടർക്ക് രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ധനപരമായ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ് ആൻഡ് സെക്കൻഡ് വൺ പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസ്. പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ദ ഫിനാൻസ് പ്രൊവൈഡഡ് ടു ദി എക്സ്പോർട്ടർ ബൈ ദി ബാങ്ക് ബിഫോർ ഷിപ്പിംഗ്. അഥവാ ഇയാളുടെ പ്രോഡക്റ്റ് ഷിപ്പിൽ കയറ്റുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്ന പണമാണ് ഏത് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ്. പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാലോ ഈസ് പ്രൊവൈഡഡ് ടു ദി എക്സ്പോർട്ടർ ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്റ്റെൻഡിങ്. ഇയാളുടെ സാധനങ്ങളൊക്കെ ഷിപ്പിൽ കയറ്റി കഴിഞ്ഞാൽ ആഫ്റ്റർ ഷിപ്പിങ്ങിന് ശേഷം കൊടുക്കുന്ന ഫിനാൻസാണ് ഏത് പോസ്റ്റ് ഷിപ്മെൻറ്റ് ഫിനാൻസ്. ദെൻ
മറ്റൊരു തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ, EPZs. The export processing zones are industrial estate. ഈ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അഥവാ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകൾ നാഷണൽ കസ്റ്റംസ് ടെറിട്ടറിക്കകത്ത് ഒരു ഐലൻഡ് പോലെ, ഒരു ദ്വീപ് പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് ഈ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകൾ. സാധാരണയായിട്ട് ദ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് ആർ ലൊക്കേറ്റഡ് ഇൻ നിയർ ദ സീപോർട്ട് ഓർ എയർപോർട്ട്. എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകൾ സാധാരണയായിട്ട് എയർപോർട്ടിനടുത്തോ അതല്ലെങ്കിൽ സീപോർട്ടിനടുത്തോ ഏതെങ്കിലും തുറമുഖങ്ങൾക്കടുത്തോ ആയിട്ടാണ് സ്ഥിതി ചെയ്യാറുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവർ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി അവർ ഒഴിവാക്കി കൊടുക്കും. അതേപോലെ റോ മെറ്റീരിയൽസ്, ഈ കയറ്റുമതി ചെയ്യേണ്ട സാധനങ്ങൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യുമ്പോഴും അവർക്ക് ഇമ്പോർട്ട് ടാരിഫും എക്സ്പോർട്ട് ടാരിഫും ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകൾ സ്ഥാപിതമായിട്ടുള്ളത്. ദ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് ആർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് which form special enclaves separated from the domestic tariff area. These are situated in seaport or airport. Then next institution is 100% export oriented unit. These units are established with main purpose of exporting. എക്സ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രം സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഏത്? 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. ഈ യൂണിറ്റുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ്. ചില ഉൽപ്പന്നങ്ങളൊക്കെ ഈ ചില പ്രത്യേക അനുവാദത്തോട് കൂടിയിട്ടൊക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ, അഥവാ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ വിൽക്കാറുണ്ടെങ്കിലും കയറ്റുമതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിലെ പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഥവാ ഇത്തരം യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തന്നെ കയറ്റുമതി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മുഴുവനായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. Then the next institution is Special Economic Zone. എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് ഇത് എക്സ്പോർട്ട് ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ. The Special Economic Zone is provided an internationally competitive and duty-free environment for the പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ, നമ്മൾ സെസ് എന്ന് വിളിക്കുന്ന ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിതമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതില്ലാത്ത പ്രത്യേകം വേർതിരിക്കപ്പെട്ട ഒരു മേഖലയാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം സ്പെഷ്യൽ എക്കണോമിക് സോൺ, പ്രത്യേകമായിട്ടുള്ള മറ്റുള്ളവയിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ഒരു മേഖലയാണിത്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ആൻ ഇൻ്റർനാഷണലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഡ്യൂട്ടി ഫ്രീ എൻവയോൺമെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് അതല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള, അഥവാ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നും കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും എക്സ്പോർട്ട് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രൊഡ്യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസികളാണേത്? എക്സ്പോർട്ട് ഫിനാൻഷ്യൽ ഏജൻസീസ്, എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ, 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്.